പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഹാൻഡ് വാഷ് വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളിൽ പോലെ തന്നെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹാൻഡ് വാഷ്. അപ്പോൾ നമുക്കത് അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്കത് ഉപയോഗിക്കാം, എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മുരളിച്ചേട്ടൻ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ ഹാൻഡ് വാഷിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകങ്ങളാണ് 3 കൂട്ടം സാധനങ്ങൾ ഈ കുപ്പിയിലുണ്ട്. ഒന്ന് ESLD എന്ന് പറയുന്ന സാധനം. അത് ഉപയോഗിക്കുന്നത് സ്വാഭാവികമായിട്ട് ഒരു അണുനാശിനിയാണ്. അതേപോലെ തന്നെ കൈയിലെ അഴുക്കുകളും മറ്റും പോകാൻ ഉപയോഗിക്കുന്നതാണ്. അതുകൂടാതെ പിന്നെ AOS എന്ന് പറയുന്നത്, അപ്പോൾ ഈ ESLD എന്ന് പറയുന്ന സാധനം 1/2 ലിറ്റർ ഉണ്ട് ഇതിനകത്ത്, അത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ AOS എന്ന് പറയുന്നത് പതയുണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സാധനമാണ്. അത് 250 ml ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ കൊക്കൈൻ എന്ന് പറയുന്ന സാധനം. കൊക്കൈൻ നമുക്ക് പൊതുവേ അറിയാം. കൊക്കൈനാണ് ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങൾക്ക് ഈ പിന്നെ പണ്ട് മുതലേ അണുവിമുക്തമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പണ്ടും അത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർത്ത് അതിവീര്യമുള്ള ഒരു ഹാൻഡ് വാഷാണ്. ഏത് തരത്തിലുള്ള അണുക്കൾ, പ്രത്യേകിച്ച് കൊറോണ പോലുള്ള സമയത്ത് പറയുന്ന ഹാൻഡ് വാഷ് ആണ് അതിന് പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ കൈ കഴുകാനാണ് പറയുന്നത്. അപ്പോൾ ആ കൈ കഴുകാൻ ഏറ്റവും പ്രധാനപ്പെട്ട അതിവീര്യമുള്ള ഒരു 3 കാര്യങ്ങൾ ചേർത്തിട്ടാണ് അതിൻ്റെ ആദ്യത്തെ കണ്ടൻറ്റ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഈ ബക്കറ്റിലേക്ക് ഒഴിക്കും. അതങ്ങനെ വീഴിയല്ല, പെട്ടെന്ന് വീഴാൻ തുടങ്ങി. പതുക്കെ ഇങ്ങനെ തന്നെയാണ് മിക്സ് ചെയ്ത ബോട്ടിൽ തന്നെയാണ് കിട്ടുന്നത് കിറ്റായിട്ട്. ഒന്ന് ചരിച്ചാട്ടെ. അപ്പോൾ ചരിക്കുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് ചരിക്കാം. അത് പൊക്കോളും. അപ്പോൾ ഇത് നമ്മൾ മാത്രമായിട്ട് ഒന്ന് ഇളക്കുമ്പോൾ പശ പോലെ ആയി വരും. ഇത് 3 കൂടെ മാത്രം ലയിക്കുമ്പോൾ ശരിക്കും പശ പോലെയാവും. അപ്പോൾ ഇനി സാൾട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. സാൾട്ട് കുറേ അല്ലല്ല, അലക്കുപ്പ്, അലക്കാൻ ഉപയോഗിക്കുന്ന ഉപ്പ് 100 ഗ്രാം. അലക്കുപ്പാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് എല്ലാവരും ചെയ്യണം. അപ്പോൾ ആ ഉപ്പിട്ടപ്പോൾ ഇതങ്ങ് ലൂസായി. ആ ഉപ്പിട്ടപ്പോൾ അത് മറ്റേത് കട്ടിയായ പേസ്റ്റ് പോലെ ആയ സാധനം അങ്ങ് ലൂസ് പോലെ ആയി. ഇതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കണം. ഒഴിച്ചാട്ടെ. അപ്പോൾ അത് വീണ്ടും കട്ടിയാവും. ആ വെള്ളം വരുമ്പോൾ സാധാരണ വെള്ളം ഒഴിക്കുമ്പോൾ ലൂസ് ആവേണ്ടതേ. പക്ഷേ ഇത് അങ്ങ് കട്ടിയായി. അതായത് മോളിക്യൂൾസിനെ ഓർഡറിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ, ഒരേ ലെവലിലാക്കുക എന്നാണ്. കാന്തം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ആ കാന്തം ഇങ്ങനെ ഇരുമ്പിനെ തടവി ഒരേ രീതിയിൽ കൊണ്ടുവന്നിട്ടാണ് കാന്തമാക്കുന്നത്. അതേ തത്വം തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ആ പെർഫ്യൂം ഒഴിക്കണം. ഇനിയും കളർ ചേർക്കാം. പൈനാപ്പിളാ, കൈതച്ചക്കയുടെ മണോ? ഇടാം. മുഴുവൻ വീഴട്ടെ. ഇളം നീല കളർ. ഇനിയും വെള്ളം ഒഴിക്കണം. ഇനിയും 3 ലിറ്റർ ഒഴിക്കണം. 1 ലിറ്റർ ഒഴിച്ചു. 1 ലിറ്റർ. ഇനി 1 ലിറ്റർ കൂടെ. 2 ആയതേ ഉള്ളൂ. ഇനിയും 2. അപ്പോൾ ആ 4 ആവും. ആദ്യം 1 കുപ്പി ഒഴിച്ചു. ആദ്യം 1 കുപ്പിയിലെ ഇത് നമ്മൾ ഒഴിച്ചില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വെള്ളം ഒഴിക്കുന്നതോറും ഇത് കട്ടിയാവത്തേ ഉള്ളൂ, ലൂസ് ആവുക അല്ല ചെയ്യുന്നത്. അതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. സാധാരണ വെള്ളം ഒഴിക്കുമ്പോൾ അതൊക്കെ തുടങ്ങി 1 കുപ്പി കൂടെ നമുക്ക് ഒഴിക്കാം. തിക്ക് വരാൻ പാടില്ല. ഹാൻഡ് വാഷ് വളരെ ലൈറ്റ് കളറിൽ ആയിരിക്കണം. അത് ഹാൻഡ് വാഷ് എന്ന് പറയുന്നത് കൈ കഴുകാനുള്ള സാധനമാണ്. വലിയ തിക്നെസ് ആയാൽ കണ്ടമാനം വെള്ളം യൂസ് ചെയ്യേണ്ടി വരും. അത് ആവശ്യമില്ല. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ ലളിതമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഹാൻഡ് വാഷ്. ഇത് എത്ര സമയം ഇളക്കണ്ടേ ഏട്ടാ? ഒരു 10-20 മിനിറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് കഴുകി ചേരണം, അത്രയേ ഉള്ളൂ. ഇത് പക്ഷേ നല്ല കട്ടിയാണ്. 1 കുപ്പി വെള്ളം ലിക്വിഡ് ചൂടൊന്നും ആവുന്നില്ല. മറ്റേ നമ്മുടെ ഇത് ചൂടാകത്തില്ല. ഇതിനകത്ത് വലിയ കെമിക്കൽസ് ഇല്ലല്ലോ. കൈ കഴുകേണ്ട സാധനമായതുകൊണ്ട് കൈക്കൊന്നും ഒരു കുഴപ്പമില്ലാത്ത കെമിക്കൽ കുറവാണ്. ചേട്ടാ, ഇത് നമ്മൾ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഹാൻഡ് വാഷ് കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് കിട്ടാറുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് അതിനകത്ത് ഈ ജെല്ല് പോലുള്ള പിന്നെ അലോവേര ജെല്ല്, അതേപോലെ തന്നെ ഏത് തരത്തിലുള്ള ഇപ്പോൾ തുളസിയുടെ ഇത് വേണേൽ ചേർക്കാം. അങ്ങനെയുള്ള ചേർക്കുമ്പോൾ കുറച്ചുകൂടി തിക്കാവും. ഇത് നമ്മൾ ഒരു ഇതെല്ലാം ചേർത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് ഇളക്കി ഉണ്ടാകും.
അതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഏത് തരത്തിലുള്ള ജെല്ലുകളാക്കി മാറ്റി മറ്റു കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ചിലർക്ക് റോസ് കളർ ഇഷ്ടമാണ് ഇതിൻ്റെ. ആ റോസ് കളർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതനുസരിച്ചുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാം. അത് ലൂസല്ല, ഇത് തിക്കാണ്. ഇത് ഇത്രയും കട്ടി വേണ്ട കൈ കഴുകാൻ. കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് കൈ കഴുകേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെള്ളം കുറച്ചപ്പോൾ യൂസ് ചെയ്താൽ മതി. അതനുസരിച്ച് അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു കുപ്പിക്കകത്തോട്ടാക്കാം. വരുന്നത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഹാൻഡ് വാഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് വളരെ ഒരു 20 മിനിറ്റ് നമ്മുടെ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വാഷാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഹാൻഡ് വാഷാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ആ ഒരു കിറ്റ് വേണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ മുരളിച്ചേട്ടൻ്റെ നമ്പറും ഇവിടുത്തെ അഡ്രസ്സും കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരത് കൊറിയർ ചെയ്ത് തരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക. ബി ഹെൽത്തി, ബി ബ്യൂട്ടി.